ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും TJS യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം. AI ഉപയോഗിച്ച് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നേരത്തെ മിക്കപ്പോഴും എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇന്ന് അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെയിം ആയിട്ടുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്താലും എല്ലാം ചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് ആ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടർ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്തെടുത്ത് വീഡിയോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എയുടെ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. It was a quiet night in the village, with the moon casting a gentle glow over the sleeping world. From the nearby jungle, a curious little monkey with big expressive eyes and a fluffy mane made its way along a dimly lit path. Dressed in a red t-shirt and carrying a small backpack, the playful monkey was out on an adventure, unaware of the surprises that awaited it. As the monkey wandered closer to the village, something shiny caught its eye. There by the fence stood a bright new bicycle. The monkey's eyes widened with excitement and curiosity. It had never seen anything like this before. What could this strange contraption be, and what kind of fun could it bring? Without a second thought, the monkey climbed onto the bicycle. With a few wobbly pedals, it was off. The quiet village streets whizzed by as the monkey rode through the night, feeling the thrill of the cool breeze against its fur. The houses stood silent, with only the moonlight and shadows as the monkey's companions on this daring nighttime ride. But suddenly, up ahead, the monkey spotted something unexpected. A group of villagers gathered around a glowing bonfire. Startled, the monkey's adventurous spirit quickly turned into fear. Not wanting to be seen, it hurriedly jumped off the bicycle and dashed back towards the safety of the jungle, leaving the bicycle behind. The villagers, too busy with their laughter and stories. അപ്പോൾ ഇതുപോലത്തെ ഒരേ ക്യാരക്ടറിനെ വെച്ച് നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് കട്ടാ ലിംബു എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ചാനലാണ്. ഇതിലെ ഒരു ക്യാരക്ടറിൻ്റെ പോലത്തെയാണ് എനിക്ക് ക്യാരക്ടർ മേക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്ന് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഏത് ക്യാരക്ടറിനാണ് വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഇമേജ് ടു പ്രോംപ്റ്റ് എന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇമേജ് ടു പ്രോംപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഇമേജ് ടു പ്രോംപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ആ ഫോട്ടോ ഞാനിപ്പോൾ എടുത്ത ഇമേജ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ പ്രോംപ്റ്റ് ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ മൂന്നാമത്തെ പ്രോംപ്റ്റ് ആണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. ഇതിൽ മൂന്നാമത്തെ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത ശേഷം നിങ്ങൾ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിനകത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ വരുന്നത് ചാറ്റ് GPT-യിലാണ്. ചാറ്റ് GPT വന്നിട്ട് നമുക്ക് സ്റ്റോറി മേക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്തിനെ ബേസ് ചെയ്ത് എന്ത് ക്യാരക്ടറാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി. ഞാനിപ്പോൾ ഒരു മങ്കിനെയാണ് ഞാൻ എൻ്റെ ക്യാരക്ടറായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി വേണമെന്ന് പറഞ്ഞ് ഞാൻ ചാറ്റ് GPT-യോട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചാറ്റ് GPT അതിനനുസരിച്ചുള്ള സ്റ്റോറി തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അതിന് വേണ്ടിയുള്ള ഇമേജ് പ്രോംപ്റ്റ് ചോദിക്കാം, അതിനുവേണ്ടിയുള്ള സ്റ്റോറി നരേഷൻ ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഥ ഇവിടെ വന്നിട്ടുണ്ട്. കഥ വന്ന ശേഷം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യണമെങ്കിൽ സമ്മറൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ഇമേജ് പ്രോംപ്റ്റ് ചോദിക്കുകയാണ് അവരോട്. ഇമേജ് പ്രോംപ്റ്റിനെ കുറിച്ച് ഞാൻ അവിടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചാറ്റ് GPTയെ കുറിച്ച് കൂടുതൽ പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ചാറ്റ് GPT എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാറ്റ് GPT ഈ സെക്ഷൻ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇമേജ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് ഇമേജ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മുടെ ആ ഇമേജ്, അതായത് ആ സ്റ്റോറിക്കകത്ത് വരുന്ന സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഇമേജ് പ്രോംപ്റ്റ് അവർ ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ആ ഇമേജ് പ്രോംപ്റ്റ് വെച്ചാണ് നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന Leonardo.ai ആണ്. അപ്പോൾ ലിയാനോയിലേക്ക് വരിക. ലിയാനോയിലേക്ക് വന്ന ശേഷം നിങ്ങൾ ഇവിടെ സെറ്റിങ്സിനകത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെ 3D റെൻഡർ എന്ന് കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് തന്നെ അത് ചേഞ്ച് ചെയ്യുക. അത് ചേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ഇവിടെയാണ് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. പ്രോംപ്റ്റ് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ട ആ ഇമേജിൽ നിന്ന് കിട്ടിയ, നിങ്ങൾ ആദ്യമായി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ആ ഇമേജിൽ നിന്ന് കിട്ടിയ അതിൻ്റെ പ്രോംപ്റ്റാണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് നമ്മൾ കൊടുത്ത ശേഷം അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിലും എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടെലിഗ്രാം ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്കൊരു ക്യാരക്ടറിനെ മേക്ക് ചെയ്യണം. എനിക്ക് മങ്കിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ മങ്കി നാക്കിയിട്ടുണ്ട്. അതിനകത്ത് ബിയർ ആയിരുന്നു, അവിടെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാക്കുക. ലയൺ ആണെങ്കിൽ ലയൺ, ടൈഗർ ആണെങ്കിൽ ടൈഗർ, എന്താണ് വേണ്ടത് അത് നിങ്ങൾ സ്വയം ചേഞ്ച് ചെയ്യുക. ആ പ്രോംപ്റ്റ് ബിയറിൻ്റെ പ്രോംപ്റ്റ് ആയിരുന്നു, ബിയറിൻ്റെ ഇമേജിൻ്റെ പ്രോംപ്റ്റ് ആയിരുന്നു, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഞാനിപ്പോൾ മങ്കിയാണ് വേണ്ടത്, അതുകൊണ്ട് മങ്കി നാക്കി. അപ്പോൾ എനിക്ക് മങ്കിയുടെ 4 ഇമേജ് കിട്ടി. അത് ഇഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഡോട്ട്
ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണുന്ന നമുക്ക് ഫീഡ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് കോപ്പി ആവും, ഓട്ടോമാറ്റിക്കായിട്ട് അത് കോപ്പി ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ താഴോട്ട് വരിക. താഴോട്ട് വന്നിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ഓൺ ആക്കുക. അത് ഓൺ ആക്കാൻ നേരത്ത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ കോപ്പി ആയിരുന്നു. കോപ്പി ചെയ്ത സാധനം നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമിലർ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് സെയിം ക്യാരക്ടേഴ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളത് പേസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് ഇമേജ് പ്രോംപ്റ്റ്, അതായത് നമ്മൾ ChatGPT വഴി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് പ്രോംപ്റ്റിലെ ഫസ്റ്റ് ഇമേജ് പ്രോംപ്റ്റാണ് നമ്മൾ കോപ്പി ചെയ്യണത്. ഫസ്റ്റ് ഇമേജ് പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത ശേഷം നമ്മൾ ഇത് Leonardo.ai വരിക. AI വന്ന ശേഷം ഇവിടെ നിങ്ങൾ ഒരു ചേഞ്ചസും വരുത്തരുത്. അതിൻ്റെ താഴെയായിട്ട് മാത്രം ആ പ്രോംപ്റ്റ് അടിക്കുക. ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് ഡ്രസ്സിൻ്റെ കളർ മാറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അതൊന്നും ചേഞ്ച് ചെയ്യാതെ താഴെ വന്നിട്ട് നമ്മൾ ഇപ്പം എടുത്ത, അതായത് ChatGPTയോട് ചോദിച്ചാൽ സ്റ്റോറിയുടെ പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ഓരോ സിറ്റുവേഷനും ഓരോ പ്രോംപ്റ്റും നിങ്ങൾ കൊടുത്ത് ആ ഇമേജസ് ഫുള്ള് നിങ്ങൾ ഇതുപോലെ ChatGPT ഇതോടെ Leonardo.ai വഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി വോയിസ് ഓവർ കൊടുക്കണം. വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ChatGPT ചോദിക്കുകയാണ്, ഈ കഥയ്ക്ക് എനിക്കൊരു വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ നരേഷൻ തരാൻ പറഞ്ഞ് കൊടുത്തു കഴിയുമ്പം അവർ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തരുന്നതായിരിക്കും. ഇതിനുവേണ്ടി നിങ്ങൾക്ക് 11 ലാബോ നർക്കിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിൽ സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ട് തന്നെ കൊടുക്കുന്നതാണ്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളായിട്ട്, കാരണം ഈ നമ്മൾ ഫുൾ ഉണ്ടാക്കുന്നത് AI ഉപയോഗിച്ചാണ്. നമ്മുടെ വാല്യൂ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ഇവിടെ ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാം. നർക്കിസ് എന്ന സൈറ്റിനകത്തൂടെ മലയാളത്തിൽ നിങ്ങൾക്ക് വോയിസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരു സൗണ്ട് നോക്കി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൗണ്ട് ഞാൻ എടുത്ത ശേഷം അത് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് വോയിസ് ഓവർ ഫുള്ളായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മാറ്റണം. ഈ നമ്മുടെ ഇരിക്കുന്ന ഇമേജാണ്, അതിനെ വീഡിയോയിലേക്ക് മാറ്റണം. അതിനുവേണ്ടി വരുന്നത് Runway ML എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള AI ടൂളാണ്. അവിടെ വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഏത് ഇമേജാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ഇമേജ് ഫസ്റ്റ് ഇമേജ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ആയിട്ടുള്ള ഓരോ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഇമേജാണ് അപ്ലോഡ് ചെയ്യണേ. ആദ്യത്തെ ഇമേജ് അപ്ലോഡ് ചെയ്ത് എനിക്ക് അതിനകത്ത് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മങ്കിയുടെയാണ്. അപ്പം ഞാൻ അതിനകത്ത് മങ്കി നടക്കുന്നതായിട്ടാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം 1 മിനിറ്റ് അടുത്ത് ടൈം എടുക്കും. 1 മിനിറ്റ് അടുത്ത് ടൈം എടുക്കാൻ നേരത്ത് അത് വീഡിയോ ആയിട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ജനറേറ്റ് എന്നുള്ള കൊടുത്ത ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ നേരത്ത് അത് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ആയിട്ട് വന്ന ശേഷം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അത് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടും അതായത് ഭയങ്കര റിയാലിറ്റി ആയിട്ട് തന്നെ നമുക്കത് മേക്ക് ചെയ്ത് അവർ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഓരോ ഇമേജും വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ടൂളിലിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ആ സൗണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ആനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് കാണിച്ച യൂട്യൂബ് വീഡിയോസൊക്കെ ഇതുപോലത്തെ ആനിമേഷൻ വീഡിയോ ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് അവർക്കുള്ളത്. ഇതുപോലെ കിഡ്സിന് വേണ്ടിയുള്ള ഒരുപാട് നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നല്ല തന്നെ നിങ്ങൾക്ക് റീച്ച് ആകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്.